ഈ ദിവസം വളരെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ ചർച്ചയാണ് കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന്റെ നിലപാട്. കേരള കോൺഗ്രസ് മാണി വിഭാഗം മുന്നണി മാറും എന്ന അഭ്യൂഹം ഇന്ന് ശക്തിപ്പെടുകയായിരുന്നു. അത്തരം പ്രതികരണങ്ങളൊക്കെ വന്നു. UDF നേതാക്കൾ ജോസ് കെ മാണിയുമായി ആശയവിനിമയം നടത്തിയെന്നാണ് റിപ്പോർട്ടുകൾ. പാർട്ടിക്ക് ഒറ്റക്കെട്ടായി മുന്നണി മാറാൻ കഴിയാത്ത സ്ഥിതിയാണെങ്കിൽ ഒരു വിഭാഗം നേതാക്കളെ അടർത്തിക്കൊണ്ടുവരാനുള്ള ശ്രമവും UDFന്റെ ഭാഗത്തുനിന്നുണ്ട് എന്നതാണ് വിവരം. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഫലം വന്നപ്പോൾ തന്നെ കേരള കോൺഗ്രസ് എമ്മിൽ മുറുമുറുപ്പ് തുടങ്ങിയതാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് മുന്നണി മാറണമെന്നും LDF സേഫ് അല്ലെന്നും ഭൂരിഭാഗം നേതാക്കളും നിലപാടെടുത്തു. സാഹചര്യം അറിഞ്ഞ് UDF വല വീശി. കുഞ്ഞാലിക്കുട്ടിയും VD സതീശനും പലതവണ ജോസ് കെ മാണിയുമായി ഫോണിൽ ബന്ധപ്പെട്ടു. തെരഞ്ഞെടുപ്പിന് മുൻപായി കേരളത്തിൽ വിസ്മയങ്ങൾ ഉണ്ടാവും. അപ്പോൾ വിസ്മയം എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞ വിസ്മയം ഉണ്ടാവും. അത് വരുമ്പോഴല്ലേ വിസ്മയമാവുള്ളൂ. വന്നാൽ മതി, വരുമ്പോൾ കറക്റ്റായിട്ട് പറയും. അല്ല, വിരലിൽ എണ്ണാവുന്ന ദിവസം നിങ്ങൾ വെയിറ്റ് ചെയ്താൽ മതി. അപ്പോൾ ആ വിസ്മയം എന്താണെന്ന് ഓഫർ ഉണ്ടെങ്കിലും മുന്നണി മാറ്റ വിഷയത്തിൽ കേരള കോൺഗ്രസ് അന്തിമമായ തീരുമാനം എടുത്തിട്ടില്ല. മന്ത്രി റോഷി അഗസ്റ്റിനും പ്രമോദ് നാരായണൻ MLAയും ഉടക്കി നിൽക്കുന്നതാണ് ഇതിന് കാരണം. ജോസ് കെ മാണിക്കൊപ്പം MLAമാരായ N ജയരാജനും ജോബ് മൈക്കിളിനും സെബാസ്റ്റ്യൻ കുളത്തിങ്കലിനും UDFനൊപ്പം പോകണമെന്നാണ് ആഗ്രഹം. എന്നാൽ റോഷിയും പ്രമോദ് നാരായണനും ഉടക്കിട്ട സാഹചര്യത്തിൽ പാർട്ടി പിളർന്നാലും അത്ഭുതപ്പെടാനില്ല. ഇരുവരെയും കാര്യങ്ങൾ പറഞ്ഞ് ബോധിപ്പിക്കാൻ സമയം വേണമെന്നാണ് ജോസ് കെ മാണി UDFനെ അറിയിച്ചിരിക്കുന്നത്. എന്നാൽ മുന്നണി മാറ്റ വാർത്തകളെ പൂർണ്ണമായും തള്ളുകയാണ് മന്ത്രി റോഷി അഗസ്റ്റിൻ. ഇതിങ്ങനെ അഭ്യൂഹങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നതിന് അപ്പുറത്തോട്ട് രേഖകളോടുകൂടി പറയാൻ കഴിയുന്ന എന്തെങ്കിലും വേണ്ടേ? ജോസ് കെ മാണിയുമായി സോണിയാഗാന്ധി ബന്ധപ്പെട്ടു എന്നെല്ലാം വാർത്തകൾ വരുന്നുണ്ടായിരുന്നു. എന്നോട് പറഞ്ഞില്ല കേട്ടോ, സോണിയാഗാന്ധി പറഞ്ഞില്ല. എന്നാലും ബാക്കി പല MLAമാരും ജോസ് കെ മാണിക്കൊപ്പം അങ്ങനെ അത് ആര് പറഞ്ഞിരിക്കുന്നു? ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞാൽ എങ്ങനെ ശരിയാവും? വിഷയത്തിൽ അങ്ങമിങ്ങും തൊടാതെയുള്ള ജോസ് കെ മാണിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഉച്ചയോടെ എത്തി. വിവാദമായതോടെ 2 തവണ തിരുത്തി. അതേസമയം കേരള കോൺഗ്രസ് എമ്മിന്റെ നീക്കങ്ങളെ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണ് CPM. വരുന്ന 16-ാം തീയതി കോട്ടയത്ത് നടക്കുന്ന അടിയന്തര സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിൽ മുന്നണി മാറ്റം ചർച്ചയാകും. റോഷിയും പ്രമോദ് നാരായണനും പച്ചക്കൊടി വീശിയാൽ കേരള കോൺഗ്രസ് എം UDFലേക്ക് തിരിച്ചെത്തും. ഷിനോദ് ST, മാതൃഭൂമി ന്യൂസ്, കോട്ടയം.